ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയി കേട്ട ഒരു വേർഡാണ് ചാർജ്, അതായത് ഇലക്ട്രിക് ചാർജ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. ഇലക്ട്രിക് ചാർജ്. Electric charge is an intrinsic property of elementary particles of matter which gives rise to electric force between various objects. ഈ ഡെഫിനിഷനിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. എന്താണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി? രണ്ടാമത്തേത് എലമെൻ്ററി പാർട്ടിക്കിൾസ്. എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ എടുക്കാം. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വഭാവം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സവിശേഷതകളാണ്, നമ്മുടെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസാണ്. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിന് വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ പ്രോപ്പർട്ടീസ് ഓർ ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ്. നമ്മുടെ പുറമേയുള്ള വെയ്റ്റ്, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ കളർ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള സവിശേഷതകളാണ്. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിന് വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടീസ് ഓർ എക്സ്റ്റേണൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇൻറ്റേർണൽ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ് ആണ്. ആരുടെ? എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ. അങ്ങനെയെങ്കിൽ എന്താണ് എലമെൻ്ററി പാർട്ടിക്കിൾസ്? എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയാണ്, അതായത് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെ. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച്, സ്ട്രക്ചർ ഓഫ് ദി ആറ്റം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആറ്റം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായിരിക്കും. അതിനു ചുറ്റും വ്യത്യസ്തമായ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് സാധാരണഗതിയിൽ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഒരു ആറ്റത്തിൻ്റെ ഘടന. അങ്ങനെയെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയുമാണ്. ഇതിൽ ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടായിരിക്കുക. ന്യൂട്രോണുകൾക്ക് ചാർജ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു പോകാം. ഇലക്ട്രിക് ചാർജ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. അതായത് വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്റേർണൽ പ്രോപ്പർട്ടി ആണ് എന്ത്? ഇലക്ട്രിക് ചാർജ്. ആ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആ വസ്തുക്കളെ എന്തിനു വേണ്ടി സഹായിക്കുന്നു? വിച്ച് ഗീവ്സ് റൈസ് ടു ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ വാരിയസ് ഒബ്ജക്ട്സ്. നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. വേറൊരു പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റിനെ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ എന്ത് ചെയ്യും? വികർഷിക്കും, റിപ്പൽ ചെയ്യും. കാരണം രണ്ടിൻ്റെയും ചാർജുകൾ ഒന്ന് തന്നെയാണ്. ആദ്യത്തേത് പോസിറ്റീവും രണ്ടാമത്തേത് നെഗറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റുകളും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും, അതായത് ആകർഷിക്കും. ഒബ്ജക്റ്റുകൾക്ക് വികർഷണം കൊടുക്കാനും ഒബ്ജക്റ്റുകൾക്ക് ആകർഷണം കൊടുക്കാനും അവരെ സഹായിച്ചത് അവരുടെ ചാർജുകളാണ്. ആ ചാർജുകൾ എവിടെ നിന്നാണ് വന്നത്? ആ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ആ മാറ്ററുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളിൽ നിന്നാണ്. ആ ആറ്റത്തിന് ചാർജുകൾ എവിടെ നിന്ന് കിട്ടി? ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനാണ് ചാർജുകൾ ഉള്ളത്. ആരൊക്കെയാണ് ആ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും. ന്യൂട്രോണും ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണെങ്കിലും ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവയെ പരിഗണിക്കാറില്ല. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും. ഈ ചാർജുകൾ ഉള്ളതുകൊണ്ട് രണ്ട് ഒബ്ജക്റ്റുകൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആകും. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്, ഉള്ളിലുള്ള പ്രോപ്പർട്ടിയാണ്. ആരുടെയാണ്? എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ, അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ. ആ ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടർ ആ ഒരു മാറ്ററിന്
എന്ത് സവിശേഷതയാണ് കൊടുക്കുന്നത്? വിച്ച് ഗീവ്സ് റൈസ് ടു ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ വാരിയസ് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഇലക്ട്രിക് ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആര് സഹായിക്കുന്നു? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് സഹായിക്കുന്നു. എങ്ങനെ സഹായിക്കുന്നു? അവരുടെ ചാർജുകൾ ഉള്ളത് കാരണം. ആ ചാർജ് ഒരു ആറ്റത്തിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത്? ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ചാർജിൻ്റെ ഡെഫിനിഷൻ.